ലോകം മറ്റൊരു മഹായുദ്ധത്തിന്റെ വക്കിലാണ്. പശ്ചിമേഷ്യയിൽ നിന്ന് പുറത്തുവരുന്ന വാർത്തകൾ ആരെയും ഭയപ്പെടുത്തുന്നതാണ്. അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപും ഇറാനും തമ്മിലുള്ള വാക്കുപോര് ഇപ്പോൾ വെറും വാക്കുകളിൽ ഒതുങ്ങുന്നില്ല. 48 മണിക്കൂർ, അതാണ് ട്രംപ് നൽകിയിരിക്കുന്ന മുന്നറിയിപ്പ്. ഹോർമൂസ് കടലിടുക്ക് തുറന്നു കൊടുത്തില്ലെങ്കിൽ ഇറാന്റെ ഊർജ നിലയങ്ങൾ ചാരമാക്കുമെന്നാണ് ഭീഷണി. എന്നാൽ ഭീഷണികൾക്ക് മുന്നിൽ മുട്ടുമടക്കാൻ തയ്യാറല്ലെന്ന് ഇറാനും വ്യക്തമാക്കി കഴിഞ്ഞു. ഈ സംഘർഷം എങ്ങോട്ടാണ് നീങ്ങുന്നത്? എന്തുകൊണ്ടാണ് ഹോർമൂസ് കടലിടുക്ക് ഇത്രമാത്രം തന്ത്രപ്രധാനമാകുന്നത്? ലോകത്തെ എണ്ണ വ്യാപാരത്തിന്റെ ശിരസാണത്. ഈ വഴി തടയുക എന്ന് പറഞ്ഞാൽ ലോക സമ്പദ് വ്യവസ്ഥയുടെ ശ്വാസം മുട്ടിക്കുക എന്നാണ് അർത്ഥം. 23 ദിവസമായി തുടരുന്ന സംഘർഷങ്ങൾക്കൊടുവിൽ ഇറാൻ ഈ മേഖലയിൽ നിയന്ത്രണങ്ങൾ കടുപ്പിച്ചു. ശത്രു രാജ്യങ്ങളുടെ കപ്പലുകൾ കടത്തിവിടില്ലെന്ന നിലപാടിലാണ് അവർ. ഇതാണ് അമേരിക്കയെ ചൊടിപ്പിച്ചത്. ഇറാന്റെ വൈദ്യുതി നിലയങ്ങൾ തകർക്കുമെന്ന ട്രംപിന്റെ ഭീഷണി ഒരു സാധാരണ പ്രസ്താവനയല്ല, മറിച്ച് ഒരു വലിയ യുദ്ധത്തിലേക്കുള്ള ക്ഷണക്കത്താണ്. ട്രംപിന്റെ ഭീഷണി നിലനിൽക്കെ തന്നെ ഇറാൻ തങ്ങളുടെ ആക്രമണവീര്യം തെളിയിച്ചു കൊണ്ടിരിക്കുകയാണ്. ഇസ്രയേലിലെ അതീവ സുരക്ഷയുള്ള ആണവ കേന്ദ്രങ്ങൾ ലക്ഷ്യം വെച്ചാണ് ഇറാന്റെ മിസൈലുകൾ പായുന്നത്. കഴിഞ്ഞ ദിവസങ്ങളിൽ നടന്ന ആക്രമണങ്ങളിൽ ഇസ്രയേലിൽ 175ഓളം പേർക്ക് പരിക്കേറ്റു എന്നാണ് കണക്കുകൾ സൂചിപ്പിക്കുന്നത്. ഇതിൽ പലരുടെയും നില അതീവ ഗുരുതരമാണ്. 4000ഓളം പേർക്ക് വീടുകൾ നഷ്ടപ്പെട്ടതായും റിപ്പോർട്ടുകളുണ്ട്. ഇറാന്റെ മിസൈൽ ശേഷി തകർന്നുവെന്ന അമേരിക്കയുടെ അവകാശവാദങ്ങൾ വെറും പൊള്ളയാണെന്ന് തെളിയിക്കുന്നതാണ് ഈ തുടർച്ചയായ ആക്രമണങ്ങൾ. ലോകരാജ്യങ്ങൾ ഇസ്രയേലിനൊപ്പം നിൽക്കണമെന്ന് പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു ആഹ്വാനം ചെയ്യുമ്പോഴും യുദ്ധം ഒന്നിനും പരിഹാരമല്ലെന്ന വാസ്തവം ബാക്കിയാകുന്നു. ഇറാൻ പാർലമെന്റ് സ്പീക്കർ മുഹമ്മദ് ബാക്കിർ കാലിബാഫിന്റെ വാക്കുകൾ ലോകത്തിന് നൽകുന്ന മുന്നറിയിപ്പ് വളരെ വ്യക്തമാണ്. വൈദ്യുതി നിലയങ്ങൾ ആക്രമിച്ചാൽ അമേരിക്കയുടെ പശ്ചിമേഷ്യയിലെ താൽപ്പര്യങ്ങൾ ഒന്നടങ്കം തകർക്കുമെന്നാണ് അവരുടെ നിലപാട്. ഞങ്ങളെ ഇരുട്ടിലാക്കാൻ ശ്രമിച്ചാൽ ഈ മേഖലയെ ഒന്നാകെ ഇരുട്ടിലാക്കാൻ ഞങ്ങൾക്ക് മടിയില്ല എന്ന് അദ്ദേഹം തുറന്നടിച്ചു. ഗൾഫ് മേഖലയിലെ അമേരിക്കൻ സൈനിക താവളങ്ങളും എണ്ണ കമ്പനികളും ഇറാന്റെ മിസൈൽ പരിധിയിലാണെന്നത് ഈ ഭീഷണിയുടെ തീവ്രത വർദ്ധിപ്പിക്കുന്നു. ഈ സംഘർഷങ്ങൾക്കിടയിൽ പുറത്തുവരുന്ന മറ്റൊരു നിർണായക വാർത്തയാണ് അമേരിക്കയുടെ F-15 യുദ്ധവിമാനം ഇറാൻ വെടിവെച്ചിട്ടു എന്നത്. ഹോർമൂസ് ദ്വീപിന്റെ സമീപം വെച്ചാണ് ഈ സംഭവം നടന്നതെന്ന് ചില അന്താരാഷ്ട്ര ഏജൻസികൾ റിപ്പോർട്ട് ചെയ്യുന്നു. അമേരിക്ക ഇതിനെക്കുറിച്ച് ഇതുവരെ ഔദ്യോഗികമായി പ്രതികരിച്ചിട്ടില്ലെങ്കിലും വാർത്ത സത്യമാണെങ്കിൽ അത് യുദ്ധത്തിന്റെ ഗതി തന്നെ മാറ്റും. ലോകം മുഴുവൻ ആകാംക്ഷയോടെയും ഭീതിയോടെയുമാണ് ഈ സ്ഥിരീകരണത്തിനായി കാത്തിരിക്കുന്നത്. ഈ തർക്കം വെറുമൊരു പ്രാദേശിക പ്രശ്നമല്ല. എണ്ണയുടെയും പ്രകൃതിവാതകത്തിന്റെയും വില കുത്തനെ ഉയരാൻ ഇത് കാരണമാകും. ആഗോള സാമ്പത്തിക രംഗം തകർച്ചയിലേക്ക് നീങ്ങിയേക്കാം. ചർച്ചകളിലൂടെ പരിഹരിക്കേണ്ട പ്രശ്നങ്ങൾ തോക്കിൻ മുനയിലേക്ക് നീങ്ങുമ്പോൾ തകരുന്നത് സാധാരണക്കാരുടെ ജീവിതമാണ്. വരും മണിക്കൂറുകൾ നിർണായകമാണ്. ട്രംപിന്റെ 48 മണിക്കൂർ പരിധി അവസാനിക്കുമ്പോൾ ലോകം എന്താണ് കാണാൻ പോകുന്നത് എന്ന് നമുക്ക് കാത്തിരുന്ന് തന്നെ കാണേണ്ടി വരും.